പെരുവന്താനം സർവീസ് സഹകരണ ബാങ്കിനെതിരെ കോൺഗ്രസ് നടത്തുന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് സഹകരണ സംരക്ഷണ മുന്നണി. കരുവന്നൂർ ബാങ്കിലെ കുടിശ്ശിക തീർക്കാൻ ഈ ബാങ്കിൽ നിന്ന് പണം കൊടുത്തെന്ന പ്രചാരണം തെറ്റാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. 15 വർഷം മുമ്പ് അടച്ചുപൂട്ടലിന്റെ വക്കിലായിരുന്ന പെരുവന്താനം സഹകരണ ബാങ്കിനെ ഇന്ന് പീരുമേട് താലൂക്കിലെ ഏറ്റവും നല്ല സഹകരണ ബാങ്കാക്കി ഉയർത്തുവാൻ നിലവിലെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മുൻപ് ഇടുക്കി ജില്ലയിലെ ഏറ്റവും കുടിശ്ശികയുള്ള ബാങ്കായിരുന്നു ഇത്. അന്നത്തെ ഭരണസമിതി അംഗങ്ങൾ കോടിക്കണക്കിന് രൂപ കാർഷിക വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തതായിരുന്നു ബാങ്കിനെ പ്രതിസന്ധിയിലാക്കിയത്. എന്നാൽ ബാങ്കിൽ നിലവിൽ യാതൊരു സാമ്പത്തിക പ്രതിസന്ധിയുമില്ല. സഹകാരികൾക്ക് ഉപകാരപ്രദമായ ഒട്ടനവധി കാര്യങ്ങൾ 5 വർഷം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു. ഈ 15 വർഷത്തെ ഭരണം കൊണ്ട് ഇന്ന് പീരുമേട് താലൂക്കിലെ ഏറ്റവും നല്ല സഹകരണ ബാങ്കാക്കി ഈ ബാങ്കിനെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് അന്നുണ്ടായിരുന്ന ഭരണസമിതി അംഗങ്ങൾ ഈ 15 വർഷം മുമ്പ് കോടിക്കണക്കിന് രൂപ ഭരണസമിതി അംഗങ്ങൾ തന്നെ വായ്പ എടുക്കുകയും ബാങ്കിൽ ആകെ നിക്ഷേപം 20 കോടിയായും വായ്പ 22 കോടിയായും വർദ്ധിച്ചു. 512 പേർക്ക് 3 കോടി രൂപ കടാശ്വാസവും ലഭിച്ചു. 5 ലക്ഷം രൂപ വീതം മുടക്കി 3 വീടുകൾ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ നിർമ്മിച്ചു നൽകി. പ്രളയകാലത്ത് 500 പേർക്ക് 25,000 രൂപ വീതം പലിശരഹിത വായ്പയും നൽകി. നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു. കരുവന്നൂർ ബാങ്കിലെ കുടിശ്ശിക തീർക്കാൻ ഈ ബാങ്കിൽ നിന്നും പണം കൊടുത്തെന്ന പ്രചാരണം തെറ്റാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സജിമോഹൻ വെട്ടിയാങ്കൽ, ഷാജി പി ജോസഫ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.